ഇത് ഇങ്ങടെ ഇറങ്ങിന്ന് ക്യാമറ കാണട്ടെ. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം വീഡിയോന്റെ തുടക്കം തന്നെ നമ്മുടെ ഇന്നത്തെ പ്രൊമോ വീഡിയോ കാണിച്ചിട്ടാണ്. ഇന്നത്തെ എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിലും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ മിക്കവാറും നാളെ ആയിരിക്കും കേട്ടോ. പ്രൊമോ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ, ക്യാമറ സ്പേസിന് വേണ്ടിയിട്ടുള്ള ഒരു തല്ല്. ഈ ക്യാമറ സ്പേസിന്റെ വിഷയം വന്നപ്പോഴേക്ക് ആ ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാവരും കൂടെ ഗ്രൂപ്പായിട്ട് അനീഷിനെ കയറി അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഈ പൊന്ന് ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് അല്ലെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഫാൻസെ, എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളൊരു കാര്യം, ഇവരൊക്കെ പിന്നെ ബിഗ് ബോസിൽ പോയിരിക്കുന്നത് ക്യാമറ സ്പേസിന് വേണ്ടിയിട്ടല്ലേ? അതിലുള്ള എല്ലാ കണ്ടസ്റ്റന്റും ആഗ്രഹിക്കുന്നത് ക്യാമറ സ്പേസ് ആണ്. അവർ ഒന്നെങ്കിൽ ക്യാമറയുടെ മുമ്പ് പോവും, അല്ലെ ക്യാമറയുടെ സൈഡിൽ പോവും, അല്ലെ ക്യാമറ നോക്കി സംസാരിക്കും. അതിൽ ഏറ്റവും കൂടുതൽ ബിഗ് ബോസിൽ ക്യാമറ സ്പേസ് എടുക്കുന്ന ഒരാൾ ആരാ എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അച്ചട്ടായി പറയും, ദറ്റ്സ് നെവിൻ. നെവിൻ ഫുഡ് കഴിക്കുകയാണെങ്കിൽ തന്നെ ക്യാമറേൻ്റെ മൂട്ടിൽ വന്നിരുന്നിട്ടാണ് ഫുഡ് കഴിക്കുക. കാരണം എന്നാലല്ലേ ക്യാമറ അത് പിടിക്കൂ. എന്തെങ്കിലും ഒരു ആക്ഷൻ ചെയ്യുകയാണെങ്കിൽ ക്യാമറേനെ നോക്കി കാണിക്കും. ഇപ്പം ക്യാമറ സ്പേസ് എന്ന് പറയുന്നത് ബിഗ് ബോസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ടന്റ് ഇടുന്നവരും കണ്ടന്റ് കാണിക്കുന്ന ആൾക്കാരെയെ ജനങ്ങൾ ബിഗ് ബോസിൽ നിർത്തും. അപ്പോൾ ഒരു ഗെയിമോ ഒരു ഷോയോ വരുന്ന സമയത്ത് ഒരു വ്യക്തിനെ ഹൈഡ് ചെയ്യുന്ന രീതിയിൽ മറ്റൊരു വ്യക്തി നിൽക്കുമ്പം അയാൾ പറയുകയാണ് എനിക്ക് ക്യാമറ കാണാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് എന്താ ഇത്ര വലിയ തെറ്റ്? ബാക്കിയുള്ള ആൾക്കാരെല്ലാം ക്യാമറ സ്പേസ് അനീഷ് ചോദിച്ചു എന്നുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കുന്ന, അനീഷ് ചോദിക്കുമ്പോൾ ക്യാമറ സ്പേസ്, നിങ്ങൾ ചോദിക്കുമ്പോൾ ആഹാ എന്തുവാ ഈ തരത്തിലുള്ള ആറ്റിറ്റ്യൂഡൊക്കെ കാണുന്ന സമയത്താണ് നമുക്ക് അനീഷേട്ടനെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നത്. അപ്പം അതൊക്കെ പോകുന്നതിന് മുമ്പ് നമ്മുടെ അനീഷിന് ഒരു ഉറ്റ സുഹൃത്തുണ്ടായിരുന്നല്ലോ. ആ ഒരു കോംബോ കൊണ്ട് മാത്രം ഒരു 2-3 ആഴ്ച നിൽക്കാനുള്ള ഒരു ചാൻസ് കിട്ടിയ ഉറ്റ സുഹൃത്ത്. ആ സുഹൃത്തും അനീഷുമായിട്ടുള്ള ഒരു ചെറിയ കോൺവെർസേഷൻ വീഡിയോ ഞാൻ കാണിച്ചു തരാം. എന്ത് ടോക്സിക് ഫ്രണ്ടാണ് ഷാനവാസ് എന്ന് കൺവേ ചെയ്യാൻ വേണ്ടി മാത്രം കാണിച്ചു തരാം. അയ്യോ 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 കഷ്ടം. ഒരു കാര്യം കാണിച്ചു തരാം. വായോ ഒരു കാര്യം കാണിച്ചു തരാം. അതല്ല, ഒരു കാര്യം കാണിച്ചു തരാം. വാ, ഇവിടേക്ക് വാ, എവിടെ ഇവിടേക്ക് വാ. മുളച്ചോ? അതെന്താ സാധനം? ഇതിൻ്റെത് മുളച്ചു വരിക അല്ല, ഇഞ്ചി. ഈ സൗഹൃദത്തിന് തീരെ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു അവസരവാദിയായ സുഹൃത്തായിട്ടാണ് എനിക്ക് പേഴ്സണലി ഷാനവാസിനെ തോന്നിയത്. ഷാനവാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി അനീഷുമായിട്ട് കോംബോ ഭയങ്കര പിടിച്ചത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആത്മാർത്ഥമായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവിടെ അനീഷ് എന്ന് പറയുന്ന വ്യക്തിനെ ബാക്കിയുള്ളവരൊക്കെ തല്ലുണ്ടാക്കി എന്ന് വെച്ചാൽ കച്ചറുണ്ടാക്കി, ഒച്ചപ്പാടുണ്ടാക്കി, ചീത്ത വിളിച്ച് ഫൈറ്റ് ചെയ്യുമ്പം സുഹൃത്തായി കൂടെ നിന്ന് കെട്ടിപ്പിടിച്ച് പുറത്തു കൂടെ നുള്ളുന്ന സ്വഭാവമാണ് ഷാനവാസ് എന്ന് പറയുന്ന വ്യക്തി കാണിച്ചത്. അത് തെളിയിക്കുന്ന ഒരു കുഞ്ഞു ഉദാഹരണമാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചത്. സംഭവം ഇത്രയേ ഉള്ളൂ. അനീഷ് അത്യാവശ്യം നിങ്ങൾക്ക് കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ കൃഷിയൊക്കെ ചെയ്യുന്ന ഒരു നാടൻ ഒരു സാധാരണക്കാരനാണ്. അപ്പോൾ അനീഷ് ഒരു ഇഞ്ചി കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു, ഒന്ന് മുളപ്പിച്ചു. അപ്പം മുളപ്പിച്ചപ്പം അത് അനീഷ് കൊണ്ടുപോയി ഉറ്റ സുഹൃത്തായിട്ടുള്ള ഷാനവാസിനെ കാണിച്ചു. അപ്പം ഷാനവാസിന്റെ പ്രതികരണം കാണണ്ടേ? ഞാനിപ്പോൾ എന്റെ പൊന്ന് കൃഷിക്കാരാ, അത് അറിയിക്കാനല്ലേ ഞാനൊരു കൃഷിക്കാരനാണ്. ഇവിടെ കിട്ടുന്ന ഓരോ സാധനം ഞാൻ കൃഷിക്കായി ഉപയോഗിക്കും. എന്റെ കൃഷിക്കാരന്റെ വൈഭവം എന്റെ കൃഷിക്കാരൻ എന്നുള്ള ഞാൻ സാധാരണക്കായ കൃഷിക്കാരൻ തന്നാലും ഞാൻ കൃഷി ചെയ്യുമെന്ന് അറിയിക്കാൻ വേണ്ടി ഞാൻ അവിടെ ഇഞ്ചി കൃഷി നടത്തിയിരിക്കുന്നു. നാട്ടുകാരെ ഇഞ്ചി കൃഷി ഇഞ്ചിയെ പോലും വെറുതെ വിടുന്നുണ്ട്. എന്ത് വൃത്തികെട്ട ആറ്റിറ്റ്യൂഡാണ്, എന്ത് വൃത്തികെട്ട സാധനമാണ് ഷാനവാസ് ഇപ്പോൾ പറഞ്ഞതെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഈ പർട്ടിക്കുലർ വ്യക്തിക്ക് ഇതൊരു കണ്ടന്റ് ആക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു സാധനം എടുത്ത് കൊണ്ടുപോയി ക്യാമറയുടെ മുമ്പിൽ വെച്ച് കാണിച്ച് ക്യാമറയിൽ കയറി ഇതങ്ങ് പറഞ്ഞാൽ മതി. ഇവിടെ അതൊന്നും ചെയ്തിട്ടില്ല, ബാക്കി ആരെയും വിളിച്ചിട്ടില്ല. തൻ്റെ സുഹൃത്തെന്ന് വിശ്വസിച്ച് ഷാനവാസിനെ വിളിച്ചു കൊണ്ടുപോയി കാണിക്കുക ചെയ്തത്. അപ്പോഴേക്ക് ഷാനവാസ് അതിനെ വളച്ചൊടിച്ച് തിരിച്ച് ഞാനൊരു കർഷകനാണ്, സാധാരണക്കാരനെ പോലെ കൃഷി ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നൊക്കെ ഉള്ള ഒരു മുഖം ജനങ്ങളിൽ കാണിക്കാനും അതുവഴി വോട്ട് പിടിക്കാനും വേണ്ടി നീ കാണിച്ചിട്ടുള്ള ഒരു ഡ്രാമയല്ലേ എന്ന്. എന്ത് സുഹൃത്താണ് ഈ ഷാനവാസ്? സുഹൃത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? നമ്മളുടെ സുഹൃത്തിൻ്റെ പോസിറ്റീവിലും നെഗറ്റീവിലും ഒരുപോലെ കൂടെ നിൽക്കാനും നല്ലത് കണ്ടാൽ നല്ലത് എന്ന് പറയാനും തെറ്റ് കണ്ടാൽ തെറ്റ് എന്ന് പറയാനും ഷാനവാസ് അതൊരു കണ്ടന്റ് ആക്കി എടുത്ത് ബാക്കിയുള്ള ഹൗസ്മേറ്റിൻ്റെ അടുത്ത് മുഴുവൻ പറഞ്ഞ് ഇതൊരു കോമഡി ആക്കി കാണിച്ചു.
എന്തൊരു ആറ്റിറ്റ്യൂഡാണ്. എനിക്ക് സീരിയസ്ലി പറഞ്ഞാൽ ആദിലെ പോലെ ഞാൻ ഒരുപോലെ വെറുക്കുന്ന ഒരു വ്യക്തിയാണ് ഷാനവാസ്. നിങ്ങൾ കരുതും മേ ബി ഞാൻ അനീഷിൻ്റെ PR ആണോ എന്ന്. ഞാൻ ഈ ബിഗ് ബോസ് തുടങ്ങി ഈ ടൈം വരെ ഞാൻ ഈ കണ്ടന്റ് ഇടൽ കൂടി ഉണ്ടായിരുന്നില്ല. റെയർ ടു റെയർ 1-2 കണ്ടന്റേ ഉള്ളൂ. പക്ഷെ ചില സീൻ കാണുമ്പോൾ നമുക്ക് നമ്മുടെ സൈഡിൽ നിന്ന് പലതും പറഞ്ഞു പോകും. നമുക്ക് തോന്നിപ്പോവും എന്തുകൊണ്ടാണ് എങ്ങനെയാണ് എന്നുള്ളത്. അപ്പം ചില നല്ല സൗഹൃദങ്ങളുടെ ചില മുഖങ്ങൾ നിങ്ങൾ കണ്ടല്ലോ. ഷാനവാസിനോട് പറഞ്ഞതാണ് എന്റെ തെറ്റ്. ആള് പഠിച്ച ബിബി മെറ്റീരിയലാണ്. എൻ്റെ പൊന്നു ലാലേട്ടൻ ഇതൊന്നും കാണുന്നില്ലേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തൊരു വെറുപ്പിക്കലാണ് ഷാനവാസിന് ആറ്റിറ്റ്യൂഡ് ശരിയായിട്ട് തോന്നുന്നുണ്ടോ? എന്ത് മോശം വാക്കാണ് യൂസ് ചെയ്യുന്നത്. എല്ലാവരെയും കയറി എടി പോടി വീട്ടുകാരെ നാട്ടുകാരെ ഒക്കെ വിളിക്കുന്നത്. എന്നിട്ട് ഷാനവാസിനടുത്ത് സ്നേഹത്തോടു കൂടി ഇനി വിളിക്കരുത് കേട്ടോ, പ്രശ്നമാണ് കേട്ടോ. സീരിയസ്ലി എനിക്ക് മനസ്സിലാവുന്നില്ല. ചില ആൾക്കാർ ചെയ്താൽ അത് വലിയ വിഷയം, ചില ആൾക്കാർ ചെയ്താൽ അതൊരു വിഷയമല്ല. ചില ആൾക്കാരെ കളിയാക്കാം, കൗണ്ടർ പറയാം. ചില ആൾക്കാരെ കളിയാക്കുന്നില്ല, കൗണ്ടർ പറയുന്നില്ല. എന്ത് ഷോയാന്നുള്ളത് കണ്ടറിയാം. നമ്മുടെ ഷാനവാസ് ഏട്ടൻ PR ഇല്ലാത്ത പുണ്യാളൻ്റെ PR ടീമിനെ കുറിച്ച് നമുക്കിപ്പോൾ ഇവിടെ അറിവൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ സൈഡിൽ കൊടുക്കുന്ന ഒരു പേജുണ്ട്. പേജിൻ്റെ പേര് ഡിജിറ്റൽ അക്കാദമി എന്നാണ്. ടീമാണ് കേട്ടോ ഷാനവാസിൻ്റെ PR. വോട്ട് ഫോർ മീ. വോട്ട് ചെയ്യും. കാരണം ഒരു വെറുപ്പിക്കൽ കണ്ടസ്റ്റൻ്റ് എന്തായാലും ബിഗ് ബോസിൽ നിലനിൽക്കണമല്ലോ. എന്തായാലും PR കൊണ്ടൊക്കെ കളിച്ചോ. ഗപ്പ് കിട്ടുമെന്ന് തോന്നുന്നില്ല. ആദ്യമൊക്കെ കുറച്ച് ഗപ്പ് കിട്ടണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ താങ്കളുടെ ഈ വെറുപ്പിക്കൽ കണ്ടപ്പം വേണ്ടാന്ന് തോന്നി. ഇനി ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാൻ പോകുന്ന ഒരു ചെറിയ കുറച്ച് കോൺവെർസേഷനാണ്. ഈ കോൺവെർസേഷൻ എന്ന് പറയുന്നത് ഇപ്രാവശ്യം ജയിലിൽ പോയത് അനീഷും നമ്മളുടെ ലക്ഷ്മിയായിരുന്നു. അപ്പോൾ ലക്ഷ്മി അനീഷിന് ഇങ്ങനെ ചൊറിയുന്നുണ്ട്. കാരണം ലക്ഷ്മിക്ക് പൊതുവേ ആരുടെയെങ്കിലും ഒരു ഇടയിലെത്തിയാൽ പിന്നെ ഇങ്ങനെ ചൊറിഞ്ഞ് കുറേ കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വളരെ മാന്യമായി വളരെ ഡീസൻ്റായിട്ട് ഫ്രണ്ട്ഷിപ്പ് എന്താണെന്ന് കാണിക്കുന്ന രീതിയിൽ മറുപടി ആര് കൊടുക്കുന്നുണ്ട്? അനീഷ് കൊടുക്കുന്നുണ്ട്. അനീഷിൻ്റെ ഒരു വിഷയം വന്നപ്പോൾ നിങ്ങൾ കണ്ടു ഷാനവാസ് എങ്ങനെയാണ് റിയാക്ട് ചെയ്തതെന്ന്. ഈ ഷാനവാസിനെ പറ്റി ലക്ഷ്മി അനീഷിനോട് ചോദിച്ചപ്പോൾ അനീഷ് റിയാക്ട് ചെയ്ത് എന്താണെന്ന് കാണും. അപ്പം മനസ്സിലാവും എന്തുകൊണ്ട് നമ്മളൊക്കെ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നു. ആദ്യത്തെ ആഴ്ച വന്നപ്പോൾ എനിക്ക് ഷാനവാസിനെ ഒരു തരത്തിലും അറിയില്ല. ഞാൻ ഷാനവാസ് ഒരു സീരിയൽ നടനാണെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും എനിക്ക് ഒരു പിടുത്തമുണ്ടായിരുന്നില്ല. അപ്പോൾ ഫസ്റ്റത്തെ ആഴ്ച വന്നു. പിന്നെ ഷാനവാസിന്റെ കുറച്ച് മെഡിക്കൽ കണ്ടീഷൻസ് അതൊക്കെ അറിഞ്ഞപ്പോൾ ഈ പറയുന്ന പോലെ എൻ്റെ ഫാദർ എനിക്ക് 9 വയസ്സുള്ളപ്പോഴാണ് ഈ ആദ്യത്തെ അറ്റാക്ക് വരുന്നത്. അപ്പൊ ആ ഒരു കാര്യം പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മള് ICUവിന്റെ മുന്നിൽ പോയിട്ട് നിൽക്കുക അങ്ങനത്തെ. ലക്ഷ്മി ഷാനവാസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ അനീഷ് എന്ന് പറയുന്ന വ്യക്തി ലൈഫിലോട്ട് ഒരാളെയും എടുക്കലില്ല. എന്തുകൊണ്ട് ഷാനവാസിനെ എടുത്തു എന്നൊരു ചോദ്യം ചോദിച്ചപ്പം കൊടുത്തൊരു മറുപടിയാണിത്. കാരണം ഷാനവാസ് ആദ്യം വന്നപ്പോൾ എനിക്ക് ഷാനവാസ് എന്താണ് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചിട്ടൊന്നും എനിക്കൊരു നോളജ് ഉണ്ടായില്ല. അതിന് നുണയൊന്നും പറയാനില്ല. ഷാനവാസ് ഒരു 3-4 സീരിയലിലാണ് അഭിനയിച്ചത്. ഈ സീരിയൽ കാണുന്ന ആൾക്കാർക്ക് മാത്രമേ ഈ ഷാനവാസിനെ കുറിച്ച് ഐഡിയ ഉള്ളൂ. എനിക്ക് പേഴ്സണലി അറിയുന്നത് എൻ്റെ അമ്മമ്മയാണെങ്കിലും അച്ഛമ്മയാണെങ്കിലും നന്നായി സീരിയൽ കാണുന്ന ആൾക്കാർ. അങ്ങനെയാണ് ഏതോ ഒരു രാമനോ സീതയോ രാവണനോ അങ്ങനെ എന്തോ പറഞ്ഞൊരു സീരിയലിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പം ഇവിടെ ഷാനവാസുമായിട്ട് ഇവനൊരു അറ്റാച്ച്മെൻറ്റ് തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷാനവാസും ചില അസുഖങ്ങളുള്ള വ്യക്തിയാണ്. ഇതുപോലെ അസുഖമുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ അനീഷിൻ്റെ അച്ഛൻ. അപ്പം അനീഷിൻ്റെ അച്ഛൻ്റെ ആ ഒരു മെഡിക്കൽ കണ്ടീഷൻ കടന്നുപോയ സമയത്ത് അനീഷിന് അറിയായിരുന്നു ഇത് എത്രത്തോളം പെയിൻഫുൾ ആണ്, എത്രത്തോളം ഓപ്പോസിറ്റിലെ വ്യക്തിയെ ബാധിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് അനീഷിന് നല്ല നോളജ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഷാനവാസിന് ഇങ്ങനെ ഒരു കണ്ടീഷൻ കണ്ട സമയത്ത് പെട്ടെന്ന് അവന് റിലേറ്റ് ചെയ്യാൻ പറ്റി. എന്തൊരു ഇന്നസെൻ്റാ, സത്യസന്ധമായി പറയാം, എന്തൊരു ഇന്നസെൻ്റാ. ഇപ്പം ഞാൻ സിമ്പിളായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ പല്ലിൽ ബ്രേസസ് ഇട്ടുള്ള ഒരാളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ അവരോട് പറയും നിങ്ങൾ അത് കഴിക്കരുത്, ഇത് കഴിക്കരുത്, അത് കഴിച്ചാൽ ശ്രദ്ധിക്കണം, എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് അവസാനിപ്പിക്കണം, നന്നായി ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞു കൊടുക്കും. കാരണം ഞാനിത് ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് എനിക്കത് കണക്ട് ചെയ്യാൻ പറ്റും. അതൊക്കെ വളരെ നിഷ്കളങ്കമായിട്ടാണ് പറയുന്നത്, അല്ലാണ്ട് ഒരിക്കലും ഫേക്ക് ചെയ്തിട്ടല്ല. നമ്മൾ മരുന്നിലൂടെയാണ്. ഇപ്പൊ മരുന്നൊന്നുമില്ല, എനിക്ക് യാതൊരു അസുഖങ്ങളൊന്നുമില്ല ദൈവാനുഗ്രഹം കൊണ്ട്. അപ്പോ എന്നാലും കാലത്തൊട്ട് വൈകിട്ട് വരെ മരുന്നിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു മാസത്തേക്ക് നമ്മൾ എടുത്തു കൊടുക്കണം. അപ്പൊ ഈ വീട്ടിൽ നോക്കണ വീട്ടില് അപ്പൊ അങ്ങനെ ഒരു ഇത്രയും കാലം ഒരു മെഡിക്കൽ കാര്യങ്ങളിലൂടെ പോയി. ഇപ്പം ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഒരു സമയത്ത് ഞാനൊരു എക്സാമിന് പോയിക്കായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഫോൺ വരുന്നത്. അപ്പൻ പെട്ടെന്ന് ഇങ്ങനെ അപ്പച്ചന് അസുഖം വന്നിട്ട് ഹോസ്പിറ്റലൈസ്ഡാണ്, കുറച്ച് സീരിയസ് ആണ് വരണമെന്ന് പറഞ്ഞിട്ട്. ഒരു കള്ളത്തരവും ഇല്ലാണ്ട് ഒരു ഫേക്കും ഇല്ലാണ്ട് വളരെ സത്യസന്ധമായി ജെനുവിനായി അദ്ദേഹത്തിന്റെ ഒരു കൺസേൺ പറയുകയാണ്.
ഓൾറെഡി ആദിലെ എങ്ങാനുമാണ് പറഞ്ഞത്, നിങ്ങൾ എന്തിനാണ് എല്ലാവരുടെ മരുന്നും എടുത്തു കൊടുക്കുന്നത്? ഈ മരുന്ന് എടുത്തു കൊടുക്കുക എന്ന് പറയുന്ന ഒരു സിമ്പിളായ കാര്യമല്ല. എടുത്തു കൊടുക്കാൻ തോന്നണം. അങ്ങനെ തോന്നാനുള്ള ഒരു മനസ്സുണ്ടാവണോ? ഒരു കണ്ടന്റിന് വേണ്ടിയിട്ടാണ് ഒരു വ്യക്തി ചെയ്യുന്നതെങ്കിൽ അവർ 1, 2, 3, 4 ദിവസം ചെയ്തിട്ട് അവർ ആ പരിപാടി നിർത്തും. എന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു വ്യക്തിക്ക് എടുത്തു കൊടുക്കാൻ ആ മനുഷ്യൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ആ മനുഷ്യൻ്റെ ഒരു എന്താണ് പറയുക, ഒരു മനുഷ്യത്വമാണ്. അതിനൊക്കെ ആ രീതിയിൽ കാണാൻ ശ്രമിക്കുക. എന്തും കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഈ മഞ്ഞപ്പിത്തം ബാധിച്ചവൻ്റെ കണ്ണിൽ മഞ്ഞ ബാധിച്ചു എന്ന് പറഞ്ഞ പോലെ ഈ ആദിലെ പിന്നെ അതിനുള്ളിലുള്ള കുറേ ആൾക്കാരുടെ മനസ്സിൽ ഫുള്ള് എല്ലാം കണ്ടന്റ്, എല്ലാം ക്യാമറ, എല്ലാം സ്പേസ്, എല്ലാവരും എല്ലാം ചെയ്യുന്ന അതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതുകൊണ്ട് ബാക്കിയുള്ളവർ ചെയ്യുന്നതിന് നിങ്ങൾ അങ്ങനെയാണ് കാണുന്നത്. നമുക്ക് തന്നെ ഉള്ളിലൊരു അല്ലെ ഒരു മാനസിക പരിഗണന അതാണ്. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് സ്റ്റിഫായിട്ടുള്ള ഒരാളാണ്. എന്നാൽ ഷാനവാസ് എന്ന് പറഞ്ഞാൽ കുറച്ച് എൻജോയ് ചെയ്ത് നല്ല രീതിയിൽ അടിച്ചു പൊളിച്ച്. പക്ഷെ എനിക്ക് ഇത് ഇത്രയും ദിവസം വെച്ചിട്ട് പുള്ളി ക്യാരക്ടർ പിടിച്ചിരിക്കാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഗ്രൂപ്പ് ഇങ്ങനെ ഒന്ന് ആക്റ്റീവായിട്ട് ചിരിച്ച് കളിച്ച് അങ്ങനത്തെ ഒരു ഫൺ ലവിങ് പേഴ്സൺ ആണ്. അനീഷിൽ നിന്ന് വളരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഓഫ് കോഴ്സ് ഷാനവാസ് എന്ന് പറയുന്നത്. ഷാനവാസ് കുറച്ചും കൂടെ അറഗൻ്റ് ആണ്, അനീഷ് കുറച്ചും കൂടെ സൈലന്റ് ആണ്. ഷാനവാസ് എല്ലാവരുമായിട്ട് ആക്റ്റീവാണ്, അനീഷ് അത്ര ആക്റ്റീവ് അല്ല. ഷാനവാസ് വെറും ബാക്കിയുള്ളവരെ ഫുള്ള് ചീത്തയും തെറിയും അതും ഇതും പറഞ്ഞ് നടക്കുന്ന ഒരാളാണ്. അനീഷ് അങ്ങനെ ഒരു വ്യക്തിയല്ല. ഷാനവാസിന് കയ്യേറ്റുണ്ട്, അനീഷിന് കയ്യേറ്റല്ല. ഷാനവാസ് അപ്പം രണ്ടുപേരും ലൈക്ക് ഓപ്പോസിറ്റ് പോൾസ് അട്രാക്ട് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ അനീഷിൽ മേ ബി ഓപ്പോസിറ്റ് പോൾ ആയിട്ടും ഈ വ്യക്തിയെ അട്രാക്റ്റഡ് ആയത് ആദ്യകാലങ്ങളിൽ കാണിച്ചിട്ടുള്ള ഈ ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ അഭിനയം. പിന്നെ നമ്മൾ പറയുന്നത് പോലെ എന്തിനോടൊക്കെയോ അടുക്കുന്ന സമയത്തല്ലേ മാങ്ങേൻ്റെ പുളി അറിയുക എന്ന് പറയുന്ന പോലെ ഷാനവാസ് എന്ന് പറയുന്ന ഒരു വിഷത്തെ ഇപ്പം റിയലൈസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അനീഷ്. ഇത്രയും നല്ല ഒരു റിയൽ ആയിട്ടുള്ള ഒരു ജെനുവൻ ആയിട്ടുള്ള ഫ്രണ്ട് ഷാനവാസിന് എവിടെ കിട്ടും എന്നുള്ള കാര്യം എനിക്ക് പേഴ്സണലി അറിയില്ല. ഞാൻ ഈ വീഡിയോ റിയാക്ട് ചെയ്തത് എനിക്ക് ആ ഒരു ഇഞ്ചി വീഡിയോ കണ്ട സമയത്ത് എനിക്ക് ഷാനവാസിനോട് തോന്നിയിട്ടുള്ള ഒരു ഹെയ്റ്റാണ്. ഒരു വിഷയത്തെ വളച്ചൊടിക്കാൻ കാണിക്കുന്ന ഒരു മൈൻഡ്. എന്തുവാ ഈ 3 മാസം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് ബിഗ് ബോസിൻ്റെ ഒരു കപ്പും കിട്ടി പുറത്തിറങ്ങിയതുകൊണ്ട് എന്തുവാ കിട്ടുന്നത്? എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക. അതിനൊക്കെ വേണ്ടിയിട്ടാണല്ലോ ഈ ഷാനവാസൊക്കെ ഈ മനുഷ്യ ലൈക്ക് ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ഇമോഷനൊക്കെ കളഞ്ഞുകൊണ്ട് വളരെ ഡേർട്ടി ആയിട്ടുള്ള ഗെയിം ഈ ബിഗ് ബോസിൽ കളിക്കുന്നത്. ബട്ട് വാട്ട് യു ഗോണ ഗെറ്റ്? നല്ല സൗഹൃദങ്ങളും നല്ല വ്യക്തികളെയും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി ഈ രീതിയിൽ കളിച്ചിട്ടുണ്ടെങ്കിൽ യു ആർ നോട്ട് ഗോണ ഗെയിൻ എനിത്തിങ്. ഓക്കെ, ഈ കുറേ ഇൻസിഡൻറ്റിൽ കൂടെ നമുക്ക് മനസ്സിലാവണം എത്ര ജെനുവിൻ ആണ്, എത്ര ബ്യൂട്ടിഫുൾ ആണ് ഈ പെർട്ടിക്കുലർ വ്യക്തി എന്നുള്ളത്. സോ അത്രേ എനിക്ക് പറയാനുള്ളൂ. ബാക്കിയുള്ള എപ്പിസോഡിൽ നമുക്ക് ഇനിയും കുറേ കാര്യങ്ങൾ കാണാം. സോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ.